അങ്ങനെ ഗൗതം അദാനി ഏഷ്യയിലെ ഏറ്റവും വലിയ കോടീശ്വരനായി മാറി. അംബാനിയെ പിന്തള്ളിയാണ് അദ്ദേഹം ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്. എന്താണ് പുള്ളിക്ക് ഇപ്പോൾ പെട്ടെന്നൊരു കുതിപ്പ്? അപ്പോൾ വലിയ മുതലാളിമാരുടെ ആസ്തി എന്ന് പറയുന്നത് എപ്പോഴും അവരുടെ ഓഹരികളിലെ ഏറ്റക്കുറിച്ചിലുകളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിരിക്കുന്നത്. അദാനി കുറച്ചു കാലം മുമ്പ് തന്നെ അംബാനിയെ മറികടക്കുന്ന ഒരു സാഹചര്യത്തിലെത്തിയതാണ്. പക്ഷേ അമേരിക്കയിലെ കേസുകൾ, പിന്നെ ചില സ്ഥലങ്ങളിൽ അവരുടെ ഖനികളിലൊക്കെ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ കാരണം അദാനിക്ക് മേലെ ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. അവർക്കെതിരായ ആരോപണങ്ങൾ, അദാനി ഒരുപാട് കൊച്ചു കള്ള കമ്പനികൾ ഉണ്ടാക്കിയെന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ. അപ്പോൾ ഇതെല്ലാം ഇവരുടെ ഓഹരി വിലയെ ബാധിച്ചിരുന്നു. അപ്പോൾ ഓഹരി വില ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ പണക്കാരിലെ സ്റ്റാറ്റസിൽ ഒന്ന് താഴേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ അദ്ദേഹത്തിനെതിരെ കേസ് റദ്ദാക്കി കൂടുതൽ നിക്ഷേപത്തിനുള്ള സാഹചര്യം അദ്ദേഹത്തിനായിട്ട് അമേരിക്ക തന്നെ ഒരുക്കുന്നു. അപ്പം അദാനി അന്താരാഷ്ട്ര തലത്തിലൊരു പ്രധാനപ്പെട്ട പ്ലെയറായിട്ട് മാറി അമേരിക്ക വന്നു. അപ്പം എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ അദാനിയുടെ ഇന്ത്യയിലെ എല്ലാ ഓഹരികളിലും ഇത് പ്രതിഫലിച്ചു. ഇന്ത്യയുടെ ഓഹരി വില, ചില ഓഹരികളുടെ വിലയൊക്കെ 6.8% വരെയാണ് 2 ദിവസം കൊണ്ട് കൂടിയിരിക്കുന്നത്. അതേപോലെ അദാനി എനർജി ഉണ്ട്, അദാനി ഗ്രീൻ എനർജി ഉണ്ട്, അദാനി പോർട്ട് ഉണ്ട്. അങ്ങനെ അദാനി ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത ഒരു പിടി കമ്പനികളുണ്ട് അദാനിക്ക്. ഈ കമ്പനികളുടെ എല്ലാ ഓഹരി മൂല്യം 2 ദിവസം കൊണ്ട് നന്നായിട്ട് കൂടി. അതിന് കാരണം എന്ന് പറഞ്ഞാൽ അമേരിക്ക നൽകിയ ഇളവുകളും ആശ്വാസവും ഒക്കെയാണ്. അപ്പം അദാനിയുടെ ഓഹരി കൂടുമ്പം സ്വാഭാവികമായിട്ട് അദാനിയുടെ മൂല്യം കൂടി. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇതിപ്പം മോദിയുടെ സ്വന്തം ആള് എന്നുള്ള പേരിലാണ് അദാനി അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിലും നമുക്കറിയാം, നമ്മുടെ വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്ന അത് യാഥാർത്ഥ്യമാക്കിയത് അദാനിയാണ്. അത് പറഞ്ഞ കാലാവധിക്ക് മുമ്പ് തന്നെ അവർ ചെയ്തു. അതുപോലെ എയർപോർട്ടിന്റെ നവീകരണം, അദാനിയുടെ ഈ ഓഹരികളിലുള്ള ഉയർച്ച അല്ലെങ്കിൽ അദാനിയുടെ ബിസിനസ് കൂടുതൽ വളരുന്നത്, ഏറ്റവും കൂടുതൽ ഗുണം ഇനി ചെയ്യാൻ പോകുന്നത് കേരളത്തിനാണ്. കാര്യം ആ തുറമുഖം മാത്രമല്ല, തിരുവനന്തപുരം വിമാനത്താവളം അത് അവരുടെ കയ്യിലാണ്. പിന്നെ അവർക്ക് പല ബിസിനസ്സുകളിലും, കേരളത്തിലെ ബിസിനസ്സുകളിലും താല്പര്യമുള്ളതാണ്. തുറമുഖ ഹബ്ബായിട്ട് കേരളത്തെ മാറ്റുമെന്നാണ് VD സതീശൻ തന്നെ പറഞ്ഞത്. പൊന്നാനിയാന്ന് തോന്നുന്നു അടുത്ത ലക്ഷ്യം അല്ലേ? അപ്പം അത് ഞാൻ പറഞ്ഞ അങ്ങനെ ആക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതില് രാജ്യത്തിലെ തുറമുഖങ്ങളിലെ ഏറ്റവും വലിയ പ്ലെയറാണ് മുദ്ര പോലെ മറ്റേ ഗുജറാത്തിലെ പോർട്ട് കൈകാര്യം ചെയ്യുന്ന അദാനി വന്നിട്ട് നമ്മുടെ വിഴിഞ്ഞത്തിന് വലിയ നേട്ടമാണ് ഉണ്ടായത് ഈ അദാനിയുടെ ടൈപ്പ് കാരണം. അപ്പം അദാനിയുടെ ഓഹരി ഉയരുന്നതും അദാനി കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിൽ എത്തുന്നത് കേരളത്തിലെ തുറമുഖത്തിനും തിരുവനന്തപുരം വിമാനത്താവളം ഒരു വലിയ പ്ലെയറാണ്. ഇപ്പം തന്നെ നമ്മുടെ മുഖ്യമന്ത്രി നയപ്രഖ്യാപനത്തിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ കർണാടകയിലെ വിമാനത്താവളം ബംഗളൂരു വിമാനത്താവളത്തിൻ്റെ ഒരു വികസന കുതിപ്പ് അവിടുത്തെ എല്ലാ തലത്തിലും ശ്രദ്ധേയമായ, അതേപോലെ ഒരു വിമാനത്താവളത്തിൽ അധിഷ്ഠിതമായ ഒരു വികസനം കൊണ്ടുവരിക എന്ന് പറയുന്നുണ്ട്. അപ്പം വിമാനത്താവളത്തിലെ കീ പ്ലെയറാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അദാനി. അപ്പോൾ അദാനി വളരെ ശക്തിയാവുന്ന കേരളത്തിൻ്റെ സമ്പദ് വിഴിഞ്ഞത്തിൻ്റെ വികസനം കൂടുതൽ വേഗത്തിലാക്കും. വിഴിഞ്ഞം പോർട്ടിന്റെ അദാനി കൂടുതൽ നിക്ഷേപങ്ങളും എല്ലാം ഇവിടെ കേരളത്തിലേക്ക് എത്താനും ഈ അദാനിയുടെ വളർച്ച ഒരുപക്ഷെ മുമ്പായിരുന്നെങ്കിൽ അദാനിക്ക് വളർന്നിട്ട് കേരളത്തിനൊരു ഗുണമില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴല്ല, അദാനി പ്രധാനമായും ശ്രദ്ധിക്കുന്ന ഒരു സ്ഥലമായിട്ട് കേരളം മാറി. ഈ ധവളപത്രത്തിൽ പോലും സ്വകാര്യവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയമാണ് നമ്മുടെ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അതായത് നഷ്ടത്തിലോടുന്ന കമ്പനികൾ ഒന്നുകിൽ അടച്ചുപൂട്ടുക അല്ലെങ്കിൽ സ്വകാര്യവൽക്കരിക്കുക എന്നുള്ള ഒരു നയമാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വിഴിഞ്ഞം പോർട്ട് പറഞ്ഞ കാലാവധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ, കാലാവധിക്ക് മുമ്പ് അവർ പൂർത്തിയാക്കി അവർ ഉദ്ഘാടനം ചെയ്തല്ലേ. അതുപോലെ തന്നെയാണ് എയർപോർട്ട് നവീകരണം. വിഴിഞ്ഞം പോർട്ട് എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ ഒരു പദ്ധതിയായിരുന്നു. ഉമ്മൻചാണ്ടി മുന്നോട്ട് വെച്ച ദിവസത്തിൽ അവർക്ക് സത്യം പറഞ്ഞാൽ അത് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. തടസ്സങ്ങളുണ്ടായിരുന്നു, കോവിഡ്, ഒരുപാട് തടസ്സങ്ങളുണ്ടായി. എന്നാലും അതൊരു ഒരുപാട് ടൈം എടുത്തിട്ടാണ് അവർ പൂർത്തിയാക്കിയത്. പക്ഷെ പൂർത്തിയാക്കിയതിന് ശേഷമുള്ള കുതിപ്പെന്ന് പറഞ്ഞാൽ അതിവേഗമാണ്. എല്ലാം പെട്ടെന്ന് തീരുന്നത്. ഇനിയിപ്പോൾ അവിടത്തേക്കുള്ള റോഡുകൾ, ഹൈവേസ്, പിന്നെ റെയിൽ എൻട്രി, റെയിൽ ഗതാഗതം എല്ലാം ഇപ്പോൾ ഉടനെ തന്നെ ഇതിലേക്ക് വരും. പക്ഷെ അതൊക്കെ എൻ്റെ വ്യക്തിപരമായിട്ടാണ് ഇതിൽക്കാൾ വേഗത്തിൽ. അതൊന്നും പോർട്ടിന്റെ കയ്യിലല്ല, അതൊക്കെ സംസ്ഥാന സർക്കാർ ഒരുക്കി കൊടുക്കേണ്ട വികസനമാണ്. റോഡ് അവര് തന്നെ ചെയ്തു കൊടുക്കാവുന്നതാണ് പറയുന്നത്. ഇപ്പോഴും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും വിഴിഞ്ഞത്തേക്ക് കപ്പലിൽ കണ്ടെയ്നേഴ്സ് വരുന്നു, ഇവിടെ ഇറക്കുന്നു, കപ്പലുകളിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ പോകുന്ന ട്രാൻസിറ്റ് യാർഡാണ് ശരിക്കും വിഴിഞ്ഞ ഇപ്പൊ ചെയ്തിരിക്കുന്നത്. അവർ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കി വെച്ചിട്ട് ഒന്നുകിൽ ഇത് കരമാർഗം കൊണ്ടുപോകാം, അല്ലെങ്കിൽ വീണ്ടും ഒരു കപ്പൽ വന്ന് അതിലെടുത്തു. അത് ഞാൻ പറഞ്ഞ കരമാർഗം കൊണ്ടുപോകാൻ പറ്റത്തില്ല, കാര്യം റോഡില്ല, ട്രെയിനില്ല. അതുകൊണ്ട് ഇപ്പൊ കരമാർഗം ഒരു കണ്ടെയ്നർ അവിടെ നിന്ന് കൊണ്ടുപോകുന്നില്ല. ഇപ്പൊ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ കപ്പലിൽ തന്നെയാണ്, ട്രാൻസിറ്റ് ആണ് നടക്കുന്നത്. ഞാൻ പറഞ്ഞ അതില് നമ്മളെ സംസ്ഥാന സർക്കാരാണ് അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ അവരുടെ വീഴ്ചയാണ്. പക്ഷെ തുറമുഖവുമായി ബന്ധപ്പെട്ട്
ലോക നിലവാരത്തിലുള്ള തുറമുഖമായിട്ട് വിഴിഞ്ഞത്തെ മാറ്റിക്കഴിഞ്ഞു. തുറമുഖം അത് അന്താരാഷ്ട്ര തുറമുഖങ്ങളിൽ ഇത് ചെയ്തല്ലോ. ഇപ്പോൾ എവിടെങ്കിലും ഒരു തുറമുഖം അടച്ചാൽ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നേരെ ഇങ്ങോട്ട് വരും. പിന്നെ ഒറ്റ പ്രശ്നം ഇവിടെ ഉള്ളൂ, ഇവിടെ സ്പേസ് ഇല്ല എന്നുള്ളൊരു വിഷയം. അതാണ് ഇവിടെ അതിന് കൂടുതൽ സ്പേസ് എടുത്തുകൊണ്ട് അവരത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പം നമുക്കറിയാം, നമ്മൾ പറഞ്ഞു വന്നപ്പം ശരിക്കും ഏഷ്യയിലെ ഏറ്റവും വലിയ കോടീശ്വരൻ എന്നുള്ള ബഹുമതി നിലവിൽ അംബാനിക്കായിരുന്നു. അംബാനി ഇപ്പൊ ഈ അദാനി മുകളിൽ $89.2 ബില്യൺ ആസ്തി. അപ്പം അതിന് തൊട്ട് പറയുക 88 ബില്യനുമായിട്ട് 88 ബില്യൺ ഡോളേഴ്സുമായിട്ട് അംബാനിയും ഉണ്ട്. പക്ഷേ ഇവിടെ എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഈ ചൈനയിലെയും ജപ്പാനിലെയൊക്കെ വലിയ വലിയ കോടീശ്വരന്മാരല്ല ഇവർക്ക് ഒരുപാട് പിന്നിലേക്ക് പോയി എന്നുള്ളതാണ്. അത് ചൈന നമ്മളൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്, അവിടെ വേറെ കുറേ പ്രതിസന്ധികൾ ഉണ്ടാവാം, അത് നമുക്ക് വിടാം. ജപ്പാനായിരുന്നു ഒരു പ്രധാനപ്പെട്ട. പക്ഷേ ഇന്ത്യയിലാണ് കൂടുതൽ ഉപഭോക്താക്കളുള്ളത്. ഇന്ത്യയിലാണ്. ചൈനയിലുണ്ടെങ്കിലും ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് രാജ്യമായതുകൊണ്ട് അവർക്ക് അങ്ങനെ അതിൻ്റെ ഉപഭോക്തൃ സംസ്കാരത്തിൻ്റെ രീതി വേറെയാണ്. ഇന്ത്യ കുറച്ചും കൂടെ തുറന്ന വിപണിയാണല്ലോ. അപ്പോൾ ഈ വിപണിയുടെ സാധ്യതകൾ മുമ്പ് ഉപയോഗിച്ചിരുന്നത് ജപ്പാനൊക്കെയാണ്. ജപ്പാനീസ് ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യയിൽ വിറ്റുകൊണ്ടിരുന്നത്. അതെ, നമുക്ക് പണ്ട് ജപ്പാന്റെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ സംഭവം, നമ്മൾ സോണി അതുപോലെ സാധനങ്ങൾ. ഇവിടെ മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ പദ്ധതി വരികയും ഇവിടെ കുറെ ആഗോള സാധനങ്ങൾ ഉണ്ടാവുകയും ഇവിടെ അദാനി ഉണ്ടാവുന്നു, അംബാനി ഉണ്ടാവുന്നു. അപ്പൊ ഇവിടെ തന്നെ ഈ എന്താണ് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും ഇവിടെ തന്നെ വിതരണം ചെയ്യാനും ഒക്കെ സംവിധാനങ്ങളുണ്ടായി. പ്രത്യേകിച്ച് മൊബൈലൊക്കെ പണ്ട് ചൈനയിൽ നിന്നും ഒക്കെ വരുന്ന മൊബൈലാണ് ഇവിടെ തന്നെ അസംബിൾ ചെയ്യുന്ന സംവിധാനം. കാറുകൾ, അതെ, ഇതൊക്കെ എല്ലാ വണ്ടിക്കും ഇവിടെ പ്ലാൻ. ഇന്ത്യൻ വിപണി ആയിരുന്നു ഇവരുടെ അല്ല, ജപ്പാന്റെ എല്ലാം ഒരു പ്രധാന ആകർഷണം. ചൈനീസ് സാധനങ്ങൾ കൂടുതലായിട്ട് എത്തിക്കൊണ്ടിരുന്നത് ഇന്ത്യയിലാണ്. അപ്പോൾ ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവരുന്നതിന് മോദി സർക്കാർ ഇടയ്ക്ക് കുറെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. അത് കാരണം ടിക്ടോക്ക് പോലും നമ്മൾ നിരോധിച്ചു. അതേപോലെ കുറെ ഉൽപ്പന്നങ്ങൾ ഇവിടെ വരാതെയായി. ഇവിടെ വരാതെ ആകുമ്പോഴെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലേ, ജനങ്ങളാണല്ലോ. അപ്പൊ ജനസംഖ്യ കൂടുതലുള്ളത് ഇന്ത്യയിലും ചൈനയിലുമാണ്. ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. അവിടെ വിപണിയിലൊക്കെ ഒരുപാട് നിയന്ത്രണങ്ങൾ ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഇന്ത്യ തുറന്ന വിപണിയാകുമ്പോൾ ഈ ജപ്പാനെ പോലുള്ള രാജ്യങ്ങൾ ഇന്ത്യയാണ് ആശ്രയിച്ചിരുന്നത്. അതിന്റെ കുറവ് അവർക്കുണ്ടായിരിക്കുന്നു. പകരം നമ്മളെ അദാനിയും അംബാനിയും ഒക്കെ എല്ലാം കയറി പോവുകയും ചെയ്യുന്നു. ഇപ്പൊ തന്നെ അദാനിയുടെ ആണ് ഇപ്പൊ മുന്നിൽ നിൽക്കുന്നത്. അംബാനിയുടെ ഓഹരി അതാണ്. അദാനിയുടെ ഗ്രീൻ എനർജിക്ക് ഇന്നലെ വെള്ളിയാഴ്ച 6.9%. അതെ. അതുപോലെ എനർജി സൊല്യൂഷൻസ് 3.8%, അദാനി എന്റർപ്രൈസസ് 2.3%, അദാനി പോർട്സ് 1.9%, അദാനി പവർ 1.1%. ഇത്രയും നേട്ടം ഇന്നലത്തെ ഒറ്റ നേട്ടമാണ്. അപ്പൊ ഇങ്ങനെ നേട്ടം ഉണ്ടാകുമ്പോഴെന്ന് പറഞ്ഞാൽ അത് ഓഹരി മൊത്തത്തിൽ ബാധിക്കും. മറ്റ് പ്ലെയേഴ്സിനും അതിന്റെ നേട്ടം വരും. കൂടുതൽ ഇന്ത്യൻ വിപണിയിലേക്ക് ചെറുകിട വിദേശ നിക്ഷേപകര് കയറി വരും. അങ്ങനെ ഈ അദാനിയുടെ ഒരു കരിയർ അല്ലെങ്കിൽ ഗ്രാഫ് വരുന്നത് ഇന്ത്യക്ക് തന്നെ വലിയ ഗുണമാണ്. ഇപ്പം നമ്മുടെ ധവളപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, വൈദ്യുതി മേഖല പോലും സ്വകാര്യവൽക്കരിക്കണം എന്നൊരു നീക്കം. വൈദ്യുതി മേഖല സ്വകാര്യവൽക്കരിക്കുമ്പോൾ ഇന്ത്യയിൽ ടാറ്റയും അദാനിയുമാണ് ഈ ഇത് ചെയ്യുന്നത്. അവർ ഗ്രീൻ എനർജി അവർ ഉദ്ദേശിക്കുന്നത് ഈ സൂര്യപ്രകാശത്തിനുള്ള വൈദ്യുതിയാണ്. അത് എനർജി സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ഇവ ബദലാണ് ഇവർ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇതേപോലെ ടാറ്റയ്ക്കുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞിട്ട് ഈ നന്നായിട്ട് നടത്തുമെങ്കിൽ അവരെ തന്നെ ഏൽപ്പിക്കണം. കൊട്ടേഷനൊക്കെ വിളിച്ച് ഇവർ കമ്മീഷനൊക്കെ വാങ്ങിച്ച് ആരെങ്കിലും ഏൽപ്പിക്കുന്നതിനേക്കാൾ ഇന്ത്യയിലെ ഏറ്റവും നല്ല മികച്ച പ്ലെയേഴ്സ് അല്ല. ഇപ്പൊ അദാനി എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടുകാർ പറഞ്ഞത് അദാനിക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. നമുക്ക് അദാനിക്ക് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതല്ലല്ലോ നമ്മുടെ ലക്ഷ്യം. നമുക്ക് കൃത്യമായ അടിസ്ഥാന സൗകര്യം കിട്ടുക എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. മൊബൈല് നമ്മളെ ഡാറ്റ എന്ന് പറഞ്ഞാൽ ജിയോ വരുന്നതിന് മുമ്പ് ഇതിന്റെ ഡാറ്റയുടെ വില എന്ന് പറഞ്ഞാൽ അതിഭീകരമായിരുന്നു. അവരുടെ വിപ്ലവത്തിലൂടെയാണ് നമുക്ക്. അതുകൊണ്ടാണ് ഇത് കണ്ടോണ്ട് ഇപ്പൊ ഈ അംബാനി അദാനിയും തെറി പറയുന്നത് ഈ കുറഞ്ഞ ഡാറ്റയിൽ ഇരുന്നുകൊണ്ടാണ്. അതെ. അതേസമയം അദാനി അങ്ങനെ ജിയോ എന്ന് പറയുന്ന വിപ്ലവം അന്ന് ഉണ്ടായില്ലായിരുന്നു. അന്ന് അവര് തുടക്ക സമയത്ത് എത്രയോ മാസങ്ങൾ ഇത് ഫ്രീ ആയിട്ടാണ് കൊടുത്തത്. അതെ, ഫ്രീ ആയിരുന്നു. അപ്പൊ മറ്റ് പ്ലെയേഴ്സിനും അത് വില കുറയ്ക്കേണ്ടി വന്നു. ഫ്രീ ആയപ്പോൾ എന്ത് സംഭവിച്ചു? ഫ്രീ ആക്കിയത് എന്തിനു വേണ്ടിയാണ്? മറ്റ് കണക്ഷനുകൾ അല്ലെങ്കിൽ ഒരു അഡീഷണൽ കണക്ഷൻ. ഇപ്പൊ എൻ്റെ കയ്യിലൊരു ജിയോ ഉണ്ട്, എനിക്ക് നേരത്തെ ഒരു BSNL ഉണ്ട്. ഞാനിപ്പോൾ ഈ ജിയോ ഇറങ്ങിയപ്പോൾ ഇത്രയും വിലക്കുറവ് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നേരെ ജിയോയിലേക്ക്. ഞാൻ പറഞ്ഞത് മൊത്തം പേർക്കും ഇവരെ വിലയിലേക്ക്, ആ കുറഞ്ഞ വിലയിലേക്ക് എത്തിക്കില്ല. എല്ലാവർക്കും ഒരു അഡീഷണൽ നമ്പറായി. ഡ്യുവൽ സിം ആദ്യം ഇറക്കുന്നത് ഇവര് തന്നെയാണ്. ഈ ഡ്യുവൽ സിം ഇറക്കിയതിന്റെ നിർദ്ദേശം എന്താ? ഒരാൾ ഒറ്റ സിം മാത്രം ഉപയോഗിക്കുന്ന ആൾക്കാർ ഇപ്പൊ ചുരുക്കമാണ്. എല്ലാവർക്കും എല്ലാ ഫോണും ഡ്യുവൽ സിം ആണ്. എല്ലാവരും കയ്യിൽ ഡ്യുവൽ സിം ഉണ്ട്. അതിൽ ഒരു സിം എപ്പോഴും ജിയോ ആയിരിക്കും. ഇപ്പോഴും ഏറ്റവും ലാഭകരമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു പ്ലാൻ ഉള്ളതും ജിയോയിൽ തന്നെയാണ്. അവർ ഒരുപാട് വലിയ പ്ലാൻ ഇടുന്നതിനിടയ്ക്കും അവരൊരു പോപ്പുലർ പ്ലാൻ ഇട്ട് കൊടുക്കും. അല്ല, ഞാൻ പറയുന്നത് അപ്പൊ അംബാനി ആയാലും അദാനി ആയാലും ഇവരെല്ലാം ശക്തമായി നിൽക്കുന്നത് ഇന്ത്യയുടെ എക്കണോമിക്ക് വലിയ ഗുണമാണ്. അത് ഗുണമാണെന്ന് മാത്രമല്ല, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യത്തിനും ഇന്ത്യയുടെ ഈ വളർച്ചാ പുരോഗതിക്കും
സ്വകാര്യ മേഖലയിൽ നിക്ഷേപിക്കുക എന്നുള്ളതിനകത്ത് എന്താണ് പ്രശ്നം? നമുക്ക് ഞാൻ പറയട്ടെ, ഇവരൊക്കെ പറയാം നിങ്ങൾ മുതലാളിക്ക് കൊടുക്കുന്നു. എടാ ഇവിടെ ഒന്നും നടക്കുന്നില്ല, എന്നാൽ പിന്നെ ആരെങ്കിലും നടത്തട്ടെ എന്നുള്ളതല്ല, അതാണ് നമ്മുടെ പ്രശ്നം. എന്തായാലും ഗൗതം അദാനിയുടെ വളർച്ച ലോക കോടീശ്വരന്മാരുടെ പട്ടികയിലേക്ക്, അതുപോലെ ഏഷ്യയിലെ 1-ാം നമ്പർ കോടീശ്വരനായ ഗൗതം അദാനി വളർന്നു എന്നുള്ളത് ഇന്ത്യക്ക് തന്നെ ഗുണകരമാണ് എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്.